വീണ്ടും മഹായുതി, അതായത് മഹായുതി സ്ട്രൈക്സ് അഗെയിൻ. ഇപ്പോഴിതാ മഹാരാഷ്ട്ര നിയമസഭാ കൗൺസിൽ മഹായുതി തൂത്തുവാരിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. 17-ൽ 16 സീറ്റുകളും നേടി മഹായുതി കുതിച്ചിരിക്കുകയാണ്. മഹാവികാസ് അഘാഡി പൂർണ്ണമായും തുടച്ചു നീക്കപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. നമുക്കറിയാം, ഓപ്പറേഷൻ ടൈഗർ നടക്കുകയാണ്. അതായത് ഉദ്ധവ് താക്കറെയുടെ ക്യാമ്പിലുള്ള MLA-മാരെല്ലാം തന്നെ ഷിൻഡെയുടെ ക്യാമ്പിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ അവിടെ ഉരുത്തിരിഞ്ഞ് വരികയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വെർഡിക്റ്റ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും കൂടെ മഹായുതിക്ക് വന്നിരിക്കുന്നത്. പലപ്പോഴും പല ആൾക്കാരും പറയുന്നത് കേട്ടിട്ടുണ്ട്, അതായത് നിങ്ങളിങ്ങനെ MLA-മാരെ വലിച്ചുകൊണ്ടിരുന്നാൽ ജനങ്ങൾ നിങ്ങളെ അടുത്ത തവണ താഴെ ഇറക്കുമെന്ന്. എന്നാൽ MLA-മാരെ വലിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഓപ്പറേഷൻ ടൈഗർ നടക്കുന്ന സമയത്ത് നടന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ BJP വലിയ രീതിയിലുള്ള വിജയം കൈവരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മഹായുതി വലിയ രീതിയിലുള്ള വിജയം കൈവരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മഹാരാഷ്ട്ര നിയമനിർമ്മാണ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായിട്ടുള്ള മഹായുതി സഖ്യത്തിന് മികച്ച വിജയം. തെരഞ്ഞെടുപ്പ് നടന്ന 17 സീറ്റുകളിൽ 16 സീറ്റുകളും BJP തൂത്തുവാരി. അതായത് BJP ഷിൻഡെ NCP സഖ്യം സംസ്ഥാന രാഷ്ട്രീയത്തിൽ തങ്ങളുടെ മേധാവിത്വം ഒരിക്കൽ കൂടെ തെളിയിച്ചിരിക്കുകയാണ്. ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്ന മഹായുതി 11 സീറ്റുകളിൽ 10 എണ്ണമാണ് നേടിയത്. BJP 10 സീറ്റുകൾ നേടിയ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള ശിവസേന 1 സീറ്റ് നേടി. പ്രതിപക്ഷമായ മഹാവികാസ് അഘാഡി ഒരു വിജയം പോലും നേടാനാകാതെ തുടച്ചു നീക്കപ്പെട്ടു. 1 സീറ്റ് സ്വതന്ത്രനാണ് നേടിയത് എന്നുള്ളതാണ് ഈ വാർത്തയിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ വോട്ട് രേഖപ്പെടുത്തുന്ന തെരഞ്ഞെടുപ്പാണ് നിയമനിർമ്മാണ കൗൺസിലിലേക്ക് നടന്നത്. അതിനു മുമ്പ് തന്നെ 6 സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടതിനാൽ മഹായുതി വ്യക്തമായ നേട്ടം നേടിയിരുന്നു. ജൂൺ 18-ന് നടന്ന വോട്ടെടുപ്പിൽ 99.02% പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നു. നന്ദേഡ്, നാഗ്പൂർ, ഭണ്ഡാര ഗോണ്ടിയ, ഛത്രപതി സംഭാജി നഗർ, ജൽന, പർഭാനി, ഹിംഗോളി, ജൽഗാവ്, സാംഗ്ലി, സത്താറ, നാസിക്, സോലാപൂർ, ധാരാഷിവ്, ലാത്തൂർ, ബീഡ്, അമരാവതി എന്നിവ ഉൾപ്പെടെ 11 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടന്നതും. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.